കണ്ടോളിട്ടോ കണ്ടോളി. ഇതാണ് കേരളത്തിന്റെ ശരിക്കുമുള്ള സ്റ്റോറി. അല്ലാതെ നോർത്ത് ഇന്ത്യക്കാർ കേരളത്തിനെ കുറിച്ച് ഇറക്കിയ സിനിമ ഒന്നുമല്ല ശരിക്കുള്ള കേരള സ്റ്റോറി. ഇത് കണ്ടോ, നമ്മുടെ തങ്ങള് 15ഓളം വരുന്ന വളരെ പാവപ്പെട്ട പെൺകുട്ടികളെ അവർക്ക് വേണ്ട ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം നൽകി വിവാഹം കഴിപ്പിച്ച് നൽകി. ഈ 15 പെൺകുട്ടികളിൽ ഒന്ന് എൻ്റെ ഭാര്യൻ്റെ അനിയത്തിയാണ് കേട്ടോ. എൻ്റെ ഭാര്യ അടക്കം അവർ 5 പെൺകുട്ടികളാണ്. ഇതിൽ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട 2 സഹോദരികളുടെ വിവാഹം നടന്നു കേട്ടോ. ആയിരക്കണക്കിന് വരുന്ന ജനസാഗരങ്ങളെ സാക്ഷിയാക്കി അവരുടെ ആചാരപ്രകാരം അവരുടെ വരന്മാർ അവരുടെ കഴുത്തിൽ താലി ചാർത്തി. ഇതൊന്നും കേരളത്തിന്റെ മണ്ണിൽ പറയേണ്ട കാര്യമൊന്നും അല്ലാന്ന് നമുക്കറിയാം കേട്ടോ. എന്നാലും ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിന് പുറത്തുള്ള ആളുകൾക്ക് എന്താണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞു കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, റഹീമിന്റെ ഉമ്മ ഒന്ന് കണ്ണു നനഞ്ഞപ്പോൾ ഓടിയെത്തിയത് കേരളത്തിന്റെ ബോച്ചയായിരുന്നു. ആ ഉമ്മാക്ക് വേണ്ടി കേരളം കൈകോർത്തപ്പോൾ പിന്നെ നടന്നത് മഹാ അത്ഭുതമാണ് അല്ലേ. അതാണ് കേരള സ്റ്റോറി. ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യും കൂട്ടുകാരെ. ലോകം അറിയട്ടെ എന്താണ് കേരള സ്റ്റോറി എന്ന്.